പൈശാചികമായിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളും നിന്റെ തടിയിൽ നിന്ന്, നിന്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു മന്ത്രം. സിഹർ പോലുള്ള, കണ്ണേർ പോലുള്ള, നാപ്പലം പോലുള്ള പൈശാചികമായ ഷെറുകൾ എല്ലാം കരിഞ്ഞ് ഇല്ലാതെയാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരാളുടെ സഹായം ഇല്ലാതെ നിനക്ക് തന്നെ വീട്ടിലിരുന്ന് ഇങ്ങനെ മന്ത്രിച്ചാൽ നിന്റെ പൈശാചികമായിട്ടുള്ള ഷെറുകൾ അത് എത്ര പഴക്കം ചെന്നതാണെങ്കിലും അത് ഇല്ലാതെയാകും. ഇത് മുജറബായിട്ടുള്ള ഒരു അമലാണ്. ധാരാളം ആളുകൾക്ക് ഉത്തരം ലഭിച്ച ഒരു അത്ഭുതകരമായിട്ടുള്ള അമലാണ്. ഒന്ന് ചെയ്തു നോക്ക്, ഒരു ചെലവില്ല, നിനക്ക് തന്നെ ചെയ്യാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം അറിയിക്കുന്ന ഒരു വിഷയമാണ്. തങ്ങളെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളാണ്. എല്ലാത്തിനും ഒരു മുടക്കാണ്. എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ടിലാണ്. സിഹർ സംബന്ധമായി, കൈവിഷ സംബന്ധമായി, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുകയാണ്. ധാരാളം വർഷമായി ചെയ്യാത്ത കാര്യങ്ങളില്ല, പോവാത്ത ഇടങ്ങളില്ല, എല്ലാം പരീക്ഷിച്ചു. എൻ്റെ ഈ ഒരു പൈശാചികമായ ശരീരം നീക്കിയിട്ടും നീങ്ങുന്നില്ല. വീണ്ടും വീണ്ടും ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുമൂലം ഞാനിങ്ങനെ തളർന്ന് മെല്ലെ മെല്ലെ എൻ്റെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ തളർന്ന് ഇല്ലാതെയാകുകയാണ്. ഇതിനെന്താണ് പരിഹാരം? ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യണം മുഅ്മിനീങ്ങളെ. ഒരാളെയും നിങ്ങൾ സമീപിക്കേണ്ട, ഒരു കെണിയിലും നിങ്ങൾ പോയി പെടണ്ട. നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് മന്ത്രിക്കാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള മന്ത്രം, അത്ഭുതകരമായിട്ടുള്ള അമൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, നമ്മൾ ഓരോരോ ചികിത്സകളും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടായിരിക്കും. മറ്റുള്ള കാര്യങ്ങളിൽ പോയി ആരും ചാടരുത്, ഒരു കെണിയിലും പോയി ചാടരുത്. എല്ലാത്തിനും മരുന്ന് അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുണ്ട്. എല്ലാത്തിനും മരുന്ന് അവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു മരുന്നും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് നമ്മൾ മന്ത്രിക്കാൻ പോവാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഏത് പഴക്കം ചെന്ന സിഹറും, ഏത് പഴക്കം ചെന്ന മൂർത്തികളും, ഏത് പഴക്കം ചെന്ന പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും ഈ ഒരു അമല് കൊണ്ട് ബാത്തിലാകും. എത്ര ആളുകളാണ് നമ്മളെ മജ്‌ലിസിൽ പറയുന്ന അമല് വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട്, ഒരാളെയും സമീപിക്കാതെ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട് റാഹത്തായ ധാരാളം ആളുകൾ. നമ്മളെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ അറിയാം. ഞാൻ ഓരോരോ അനുഭവങ്ങൾ നമ്മൾ ഓരോരോ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. അതൊക്കെ അവര് വീട്ടിലിരുന്ന് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി, ഒരാളെ സഹായമില്ലാതെ, ഒരു രൂപ മുടക്കില്ലാതെ അവര് ചെയ്തതാണ്. ഇൻഷാ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഓരോരോ അമലുകളെ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും അല്ലാഹുവിനെ കബൂലാക്കണം. അല്ലാഹ് നീ സ്വീകരിക്കുന്നതാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നന്മകൾ പറയാനും ഖൈറുകൾ ചെയ്യാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിൽ കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളുമായി ബന്ധപ്പെടുന്നത്. ഇതെപ്പോഴും പറയാനുള്ള, ഉണർത്താനുള്ള കാരണം വാട്സപ്പിലായിട്ടും തങ്ങളെ വാട്സപ്പിൽ മറുപടി ഇല്ലല്ലോ, എന്നാണ് വരേണ്ടത്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ വാട്സപ്പിൽ ചോദിക്കുന്നവരുണ്ട്. ഞാൻ അധികം വാട്സപ്പ് യൂസ് ചെയ്യാറില്ല. കുറേ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ട് ആർക്കും റീപ്ലൈ കൊടുക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോരോ മജ്‌ലിസ് നമ്മൾ ഉണർത്തുന്നത്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ന നിലക്കാണ്. കാരണം കുറെ ആളുകൾ ബുക്കിംഗ് ചെയ്യാതെ വരുന്നവരുണ്ട്, അവരും പ്രയാസപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഓരോരോ മജ്‌ലിസിൽ നമ്മൾ ഈ വിഷയങ്ങൾ ഉണർത്തുന്നത്. ഇനി നേരിൽ കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ്. ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. വലിയ ബുദ്ധിമുട്ടായ ആളുകൾ ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്ത്, മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു നമ്മുടെ സകല പ്രയാസങ്ങളും, എല്ലാ ഇടങ്ങേറുകളും അല്ലാഹുവിനെ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. എല്ലാവിധ ശർറിൽ നിന്നും വലിയ കാവൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തന്നനുഗ്രഹിക്കണേ തമ്പുരാനെ. ഏതാണ് അമൽ?
ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ അമല് ചെയ്യാൻ നമുക്ക് വേണ്ടത് 7 കിണറ്റിലെ വെള്ളം. ഈ 7 കിണറ്റിലെ വെള്ളം അതിന്റെ അമല് നമ്മൾ ധാരാളം അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ അമലും അത് തന്നെയാണ്. 7 കിണറ്റിലെ വെള്ളം എടുത്തുകൊണ്ട് അതിലേക്ക് ആരാണോ ഇത്രം പ്രയാസമുള്ളത്, ആരാണോ ഇത്രം തടസ്സമുള്ളത്, ആരാണോ ഇത്രം സിഹറിന്റെ ബുദ്ധിമുട്ടിൽ വലിയ പ്രയാസപ്പെടുന്നത്, അവരെ കൊണ്ട് വുളു എടുപ്പിച്ച് കിബിലയിലേക്ക് തിരിഞ്ഞിരുത്തിട്ട് 7 കിണറ്റിലെ വെള്ളം അവരുടെ മുന്നിൽ വെക്കുക. 7 കിണറ്റിലെ വെള്ളം അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് ഒരു പിടി കല്ലുപ്പിടുക. ഈ വെള്ളത്തിലേക്ക് ഒരു പിടി കല്ലുപ്പിട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 11 ഫാത്തിഹ, ഓരോ ഫാത്തിഹ ഓതിയതിന് ശേഷം ആരാണോ ഈ രോഗി, ആരാണോ ഇത്ര പ്രയാസമുള്ളത്, അവരെ ഇഷ്ഫി 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 ഓരോന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പകർന്നു തരാം. അതുപോലെ തന്നെ ചെയ്യാം. മന്ത്രിക്കുക, ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. പിന്നീട് നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ യാസീൻ. ബദർ ശുഹദാക്കളുടെ പേരിൽ സൂറത്തുൽ യാസീൻ ഓതി. ഓരോ മുബീനെത്തുന്ന സമയത്തും വെള്ളത്തിലേക്ക് മന്ത്രിക്കുക, പിന്നെ ഈ രോഗിയെ മന്ത്രിക്കുക. മന്ത്രിച്ചതിന് ശേഷം ഒരു ബാങ്ക് കൊടുക്കുക, ഒരു ഇഖാമത്ത് കൊടുക്കുക. വെള്ളത്തിലേക്ക് ഊതുക, ഈ രോഗിയെ മന്ത്രിക്കുക. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ യാസീനിൽ 7 മുബീനാണുള്ളത് അല്ലേ? എല്ലാവർക്കും അറിയാം. ആ 7 മുബീനിലും ഇതുപ്രകാരം തന്നെ ചെയ്യുക. വെള്ളത്തിൽ മന്ത്രിക്കുക, രോഗിയെ മന്ത്രിക്കുക, ബാങ്കും ഇഖാമത്തും കൊടുത്ത് രോഗിയെയും വെള്ളത്തിലും മന്ത്രിക്കുക. വഇലൈഹി തുർജഊൻ, അവസാനം രോഗിയെയും മന്ത്രിക്കുക, വെള്ളത്തിലെയും മന്ത്രിക്കുക. അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ അവസാനിച്ചു അല്ലേ? പിന്നെ നിങ്ങൾ ഓതേണ്ടത് ചെറിയ സൂറത്താണ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ. 2 സൂറത്തുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരേ സമയത്ത് അവതരിച്ച 2 സൂറത്തുകളാണ് സൂറത്തുൽ മുഅവ്വിദത്തൈൻ. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന് സിഹറേറ്റ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് മന്ത്രിച്ചത്. ലദീദ് ബിൻ അഹ്സൻ എന്ന് പറയുന്ന ഒരു മുനാഫിക്കായിട്ടുള്ള വ്യക്തി റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തു. ആ ചരിത്രം ബുഖാരിയിലും മുസ്ലിമിനും ഒരുപോലെ സ്വഹീഹായിട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹിക്ക് വലിയ പ്രയാസം വന്ന സമയത്ത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, അങ്ങേക്ക് എന്താണ്, ഒരു ക്ഷീണാണോ, എന്തോ ഒരു പ്രയാസം ഉണ്ടല്ലോ, പനിയാണോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, എനിക്കെന്തോ ഒരു ക്ഷീണുണ്ട്, എനിക്കെന്തോ ഒരു തളർച്ചയുണ്ട്. അപ്പയാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് ഇത് സിഹറാണ്, രോഗമല്ല. അങ്ങേക്ക് ലദീദ് ബിൻ അഹ്സൻ എന്ന് പറയുന്ന മുനാഫിക്കായിട്ടുള്ള വ്യക്തി അങ്ങേക്ക് സിഹർ ചെയ്തതാണ്. അങ്ങേക്ക് സിഹർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടിട്ടിട്ടുള്ളത് ബിർ ദർവാൻ എന്ന കിണറ്റിലാണ്. ആ കിണറ്റിലേക്ക് അലി തങ്ങളെ പറഞ്ഞയച്ച സമയത്ത് മൈലാഞ്ച് വർണ്ണങ്ങൾ, ഹദീസിൽ നമുക്ക് കാണാം, മൈലാഞ്ച് വർണ്ണങ്ങളെ പോലെ ചുവന്നു നിൽക്കുന്ന ആ വെള്ളം നമുക്ക് കാണാം. അലിയാര് തങ്ങൾ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാണാൻ ആഗ്രഹം പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ അത് തൊടാൻ നിന്ന സമയത്ത് ജിബ്രീൽ കൈതട്ടിക്കൊണ്ട് പറഞ്ഞത്, അങ്ങ് ഓതണം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അങ്ങനെ 11 ആയത്തുകൾ ഓതി. അപ്പോഴാണ് റസൂലുള്ളാഹിക്ക് ഒരു സമാധാനം ലഭിച്ചത്, ഒരു ശാന്തി ലഭിച്ചത്. അതുപോലെ ഈ 11 ആയത്തുകൾ ഓതി ഈ വെള്ളത്തിലേക്ക് മന്ത്രിച്ച്, ഈ രോഗിയെയും മന്ത്രിച്ച്, ഓരോ ആയത്തുകൾ ഓതുമ്പോൾ മന്ത്രിക്കണം, ഓരോ ആയത്ത് ഓതുമ്പോൾ മന്ത്രിക്കണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മന്ത്രിക്കുക, മിൻ ശർരി മാ ഖലഖ് മന്ത്രിക്കുക. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് നിങ്ങളെ കാലങ്ങളായി മാറാത്ത, ചികിത്സിച്ചിട്ടും മാറാത്ത ഈ പൈശാചികമായ ശർറ് മാറും. ഒരാളെയും സമീപിക്കണം നിങ്ങളെ, ഒരു കെണിയിലും നിങ്ങൾ പെടണ്ട. ഇതിന് 1000ങ്ങളോ 10,000ങ്ങളോ നിങ്ങൾ ചെലവാക്കണ്ട. നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് മന്ത്രിക്കാനുള്ള ഒരു ഇജാസത്ത് ഞാൻ തരികയാണ്. ഇത് എനിക്കാര് തന്നു? ഞങ്ങളെ ഉപ്പാപ്പമാർ ഞങ്ങൾക്ക് കൈമാറി തന്നു. അത് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ.
അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അവസാനം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഉപ്പാപ്പാന്റെ പേരിൽ, മഹാനായ ജമലുല്ലൈലി പാപ്പാന്റെ പേരിൽ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് ഈ കടലണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുതുബ് ബാഹസൻ ജമലുല്ലൈലി പാപ്പാന്റെ പേരിൽ ഒരു 11 ഫാത്തിഹ ഓതി മന്ത്രിക്കുക. ആദ്യം ഒരു 11 ഫാത്തിഹ ഓതണം, അവസാനം ഉപ്പാപ്പാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി ഈ രോഗിയെയും വെള്ളത്തെയും മന്ത്രിച്ച് ആ വെള്ളം കൊണ്ട് രോഗിയെ കുളിപ്പിക്കുക. ഇങ്ങനെ തുടർച്ചയായി 7 ദിവസം നിങ്ങൾ ചെയ്താൽ ആ ശരീരത്തിലുള്ള എല്ലാ കെട്ടുകളും, എല്ലാ തടസ്സങ്ങളും മാറും. ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തും അവർക്കുണ്ടാകും. സിഹർ ബാത്തിലാകും, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ബാത്തിലാകും, തടസ്സങ്ങൾ നീങ്ങും. അല്ലാഹു കബൂലാക്കട്ടെ. ഈ ഒരു അമലിനെ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാകുന്ന ഇത്തരം വിഷയങ്ങളുമായിട്ട്, ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച് ധാരാളം മജ്‌ലിസിൽ പറയാറുണ്ട്, ഓരോരോ വീഡിയോയിൽ പറയാറുണ്ട്. അത് ഏറ്റെടുക്കുന്നവരുണ്ട്, ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റെടുത്തവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം നീ ഉത്തരം കൊടുക്കണം അല്ലാഹ്, നീ ഉത്തരം കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, സന്തോഷത്തിന് വേണ്ടി ലൈക്ക് ചെയ്യും. അൽഹംദുലില്ലാ എന്നൊരു കമന്റ് ചെയ്യ്, തങ്ങളെ ഞാൻ സ്വീകരിക്കട്ടെ എന്നൊരു സമ്മതം ചോദിക്കും. എന്നിട്ട് മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കും. അവരും ചെയ്യട്ടെ, അവർ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. ഫാത്തിമയും ഖദീജയും നഫീസയും വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. മുഹമ്മദും അബൂബക്കറും സിദ്ദീഖും വലിയ ബുദ്ധിമുട്ടിലായിരിക്കും ഇത്തരം വിഷയങ്ങളിൽ. അതുകൊണ്ട് അവരിലേക്കും അത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇത്തരം മജ്‌ലിസുകൾ, ഇത്തരം വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ മെസ്സേജ് അയക്കും. അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.